ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം. അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവളിൽ അവന് സിമ്രാൻ, യോക്ഷൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ് എന്നിവർ ജനിച്ചു. യോഗാഷിന് ഷെബായും ദദാനും ജനിച്ചു. ദദാന്റെ മകളാണ് അഷൂറിം, ലത്തൂഷിം, ലവൂമിം എന്നിവർ. മിദിയാന്റെ മക്കൾ എഫാം, എഫാർ, ഹന്നോക്ക്, അബീദ, എൽദ എന്നിവരാണ്. ഇവർ കെത്തൂറയുടെ സന്താനങ്ങളാണ്. അബ്രഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസ്ഹാക്കിനു കൊടുത്തു. തന്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെല്ലാം മകനായ ഇസ്ഹാക്കിൽ നിന്ന് ദൂരെ കിഴക്ക് ദേശത്ത് അയച്ചു. അബ്രാഹത്തിന്റെ മരണം. അബ്രാഹത്തിന്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു. തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാം അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു. മക്കളായ ഇസ്ഹാക്കും ഇസ്മായിലും മാമ്രയുടെ എതിർവശത്ത് സോഹർ എന്ന ഹിത്യന്റെ മകനായ എഫ്രോണിന്റെ വകയായിരുന്നു മക്ബല ഗുഹയിൽ അവനെ അടക്കി. ഹിത്യരിൽ നിന്ന് അബ്രാം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ. അവിടെ അബ്രാഹാം ഭാര്യ സാറയോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെ മരണത്തിന് ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ ഹായ്റോയിൽ പാർത്തു. ഇസ്മായിലിന്റെ സന്തതികൾ. സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായിലിന്റെ മക്കൾ ഇവരാണ്. ജനക്രമമനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം. ഇസ്മായിലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നൊബയോത്ത്, തുടർന്ന് കേദാൻ, അദ്ബേൽ, മിബ്സാം, മിഷ്മാം, ദുമ, മസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദ്മ ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായിലിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു. ഹവീല മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു. അസ്രിയയിലേക്ക് ഉള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ. അവർ ചർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത്. എസാവും യാക്കോബും അബ്രാഹത്തിന്റെ പുത്രനായ ഇസ്ഹാക്കിന്റെ വംശാവലി. അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റബേക്കയെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാദാൻ ആരാമിലുള്ള ബെത്വേലിന്റെ പുത്രിയും ലബാന്റെ സഹോദരിയുമായിരുന്നു. അവർ അരമയായിരുന്നു. ഇസ്ഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവരുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. ആദ്യം പുറത്തു വന്നവൻ ചുമന്നിരുന്നു. അവന്റെ ദേഹം മുഴുവൻ വിട്ടതുപോലെയായിരുന്നു. അവർ അവന് എസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു. എസാവിന്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസ്ഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. കടിഞ്ഞൂൽ അവകാശം. കുട്ടികൾ വളർന്നു വന്നു. എസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനും യാക്കോബ് ശാന്തനുമായിരുന്നു. അവൻ
അവൻ കൂടാരങ്ങളിൽ പാർത്തു. വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസ്ഹാക്ക് എസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എസാവ് വിഷ്ണു തളർന്നു വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചുമന്ന പായസം കുറച്ച് എനിക്ക് തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവന് ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പ്രതിവഹിച്ചു, ആദ്യം നിന്റെ കടിഞ്ഞൂലാവകാശം എനിക്ക് വിട്ടുതരിക. എസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി, കടിഞ്ഞൂലാവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശബ്ദം ചെയ്യുക. എസാവ് ശബ്ദം ചെയ്തു. അവൻ തൻ്റെ കടിഞ്ഞൂലാവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറും പായസവും കൊടുത്തു. തീറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ എസാവ് തൻ്റെ കടിഞ്ഞൂലാവകാശം നിസ്സാരമായി കരുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെയ്യുന്ന ദിവസം പലവിധ അപകടങ്ങളിലും മറ്റും മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന യേശുവെ, അവരുടെ ആത്മാക്കളുടെ മേൽ കരുണയുണ്ടായി അവരുടെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന യേശുവെ, അവരുടെ കുടുംബങ്ങളിൽ ശാന്തി സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല യേശുവെ, അനാഥരായ വീടുകളിലും മറ്റു അനാഥാലയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും കഴിയുന്ന അനേകായിരം മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഉണ്ട്. ഈശോയെ, അവർക്ക് എല്ലാവർക്കും സഹായത്തിന് ആരുമില്ലാതെ വിഷമിക്കുമ്പോൾ അവസ്ഥയിൽ അവർക്ക് സഹായത്തിന് ഈശോയെ അവിടുത്തെ കൃപ നൽകി അവരെ എല്ലാ ശാരീരിക രോഗാവസ്ഥകളിലും മാനസികമായ എല്ലാ അവസ്ഥകളിലും സാമ്പത്തിക മേഖലകളിലും ഈശോയെ അവിടുന്ന് കനിഞ്ഞ് അവർ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, മക്കളില്ലാതെ മാനസികമായി തകർന്നിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് അതുവഴി യേശു നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, കടബാധ്യതകളാൽ കഷ്ടപ്പെടുന്ന അനേകായിരം കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട്. ഈശോയെ, അവർക്കെല്ലാവർക്കും കടങ്ങൾ വീട്ടുവാനും ഉള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കണമേ അങ്ങയുടെ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവഴി യേശു നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇസഹാക്കും അബീമേലെക്കും അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ആ നാട്ടിൽ തന്നെ കഴിഞ്ഞു കൂടുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്ക് നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു. അന്നാട്ടുകാർ അവൻ്റെ
ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു. അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു. കാരണം അവൾ അഴകുള്ളവളായിരുന്നത് കൊണ്ട് റബേക്കയ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു. അവൻ അവൻ അവിടെ പാർപ്പ് തുടങ്ങി. ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്ക് ജനലയിലൂടെ നോക്കിയപ്പോൾ ഇസ്ഹാക്ക് ഭാര്യ റബേക്കയെ ആലിംഗനം ചെയ്യുന്നത് കണ്ടു. അബീമേലെക്ക് ഇസ്ഹാക്കിനെ വിളിച്ചു ചോദിച്ചു, ഇവൾ നിന്റെ ഭാര്യയാണല്ലോ, പിന്നെ എന്താണ് സഹോദരിയാണ് എന്ന് പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത്. അബീമേലെക്ക് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത്? ജനങ്ങളിലാരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയോ അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് അബീമേലെക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി, ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും. ഇസ്ഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധി പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അവൻ്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടി. അബീമേലെക്ക് ഇസ്ഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകുക, നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാറിന്റെ താഴ്വരയിൽ കൂടാരം അടിച്ചു. തൻ്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസ്ഹാക്ക് വീണ്ടും കുഴിച്ചു. തൻ്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു. താഴ്വരയിൽ കിണർ കുഴിച്ചു കൊണ്ടിരിക്കെ ഇസ്ഹാക്കിന്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി. ഗരാറിലെ ഇടയന്മാർ, ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി. അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിന് എസാക്ക് എന്ന് പേരിട്ടു. അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു. അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി. അതുകൊണ്ട് അതിനെ അവൻ സ്തിന എന്ന് വിളിച്ചു. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിന് റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഭൂമി ഞങ്ങൾ സമൃദ്ധിയുള്ളവരാക്കും. അവിടെ നിന്ന് അവർ ബേർശേബയിലേക്ക് പോയി. ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരമടിച്ചു. ഇസ്ഹാക്കിന്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗരാറിൽ നിന്ന് അബീമേലെക്ക് തൻ്റെ ആലോചനക്കാരനായ അഹൂസത്തും സേനാധിപനായ ഹിക്കോളും ഒരുമിച്ച് ഇസ്ഹാക്കിനെ കാണാൻ വന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കലേക്ക് വന്നു? അവർ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു. ഇസ്ഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി. അന്ന് തന്നെ ഇസ്ഹാക്കിന്റെ വേലക്കാർ വന്ന് തങ്ങൾ കൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു. അവൻ അതിന് ഷേബ എന്ന് പേരിട്ടു. അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർശേബ എന്നാണ് പേര്. 40 വയസ്സായപ്പോൾ
എസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂദിത്തിനെയും ഹിത്യനായ എലോണിന്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവർ ഇസ്ഹാക്കിന്റെയും റബാക്കയുടെയും ജീവിതം ദുഃഖപൂർണമാക്കി. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹാലലിയ 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 ഹാലലിയ. നല്ല യേശുവേ, വിവാഹപ്രായമെത്തിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന അനേകായിരം യുവതിയോ അനേകായിരം മക്കളുണ്ട് ഈശോയെ. അവർക്കെല്ലാവരും അനുയോജ്യമായ വധുവരന്മാരെ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് അങ്ങടെ ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല യേശുവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലാതെ ലഹരി പദാർത്ഥങ്ങൾക്കും ജടിക പാവങ്ങൾക്ക് അടിമയായിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ. അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനും യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല ഈശോയെ, പലവിധ തെറ്റുകൾ ചെയ്ത് ജയിലുകളിലും മറ്റും കഴിയുന്ന ഈശോ പല അനേകായിരം മക്കളുടെ ഈശോയെ. അവർക്കെല്ലാവർക്കും ആ തെറ്റുകളിൽ നിന്ന് മനസ്സാന്തരപ്പെട്ട് യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, സ്വന്തം രാജ്യം വിട്ട് പുറം നാടുകളിൽ പോയി പലവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ. അവർക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും നൽകണമെന്നും അവർ ജോലി മേഖലയെ അവരെയും അനുഗ്രഹിക്കണമെന്നും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നല്ല ഈശോയെ, ഇന്ന ദിവസം പുതിയതായി തുടങ്ങാനിരിക്കുന്ന എല്ലാവരും പുതിയതായി തുടങ്ങാനിരിക്കുന്ന എല്ലാ ജോലി മേഖലകളിലെയും എല്ലാ സാഹചര്യങ്ങളും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന യേശുവെ. അവരെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങൾ കൂടാതെ എല്ലാം നല്ല രീതിയിൽ നടത്തി കൊടുക്കുന്ന അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, ഇന്ന ദിവസം ബലിയിലും പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുന്ന അനേകായിരം മക്കളുണ്ട് ഈശോയെ. അവരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന അവർക്കെല്ലാവർക്കും ബലിയിൽ പങ്കെടുക്കാൻ അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. നല്ല ഈശോയെ, ഞങ്ങളുടെ ഭരണാധികാരികളെ സമർപ്പിക്കുന്ന യേശുവേ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരെയും എല്ലാ നിയമപാലകരെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന യേശുവെ. അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. അതുവഴി അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അവിടെ ഞങ്ങൾ താഴെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. നല്ല ഈശോയും മാനസികമായി തകർന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്ന വഴക്കും മറ്റു സംശയവും വഴക്കും മറ്റുള്ള പ്രശ്നങ്ങളുമായി തകർന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും അവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കരുതെന്ന് ഞങ്ങളുടെ കർത്താവിനെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കളവ്, മോഷണം, തീവ്രവാദം എന്നീ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ. അവർ ചെയ്യുന്ന തെറ്റുകളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈശോയെ. അവർക്ക് അതിൽ തിരുത്താനുള്ള അനുഗ്രഹം നൽകണമെന്നും അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്നും ഞങ്ങളുടെ കർത്താവിനെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നേ ദിവസം പലവിധ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ.
അവർക്കെല്ലാവർക്കും അപകടങ്ങളൊന്നും കൂടെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മന്ത്രവാദം കൂടോത്ര വിചാരവൃത്തികൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും യേശുവേ ഞങ്ങളിലേക്ക് സമർപ്പിക്കുന്ന യേശുവേ അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം തിരുത്തി അവർക്ക് മാനസാന്തരപ്പെട്ട് യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുള്ള അനുഗ്രഹം നൽകണമേ. നമ്മുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വന്തമായിട്ട് ഒരു വീടില്ലാതെ വാടക വീടുകളിലും തെരുവുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും കഴിയുന്ന അനേകായിരം മക്കളുണ്ട്. ഈശോയെ അവർക്കൊരു വീട് വയ്ക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കണമേ. നമ്മുടെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാക്കോബിന് അനുഗ്രഹം. ഇസ്ഹാക്കിന് പ്രായമായി, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അവൻ മൂത്ത മകൻ എസാവിനെ വിളിച്ചു, എൻ്റെ മോനെ, ഇതാ ഞാൻ നിന്നെ. അവൻ വിളി കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, എനിക്ക് വയസ്സായി, എന്നാണ് ഞാൻ മരിക്കുകയെന്ന് ഇനി അറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുൻപിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുൻപേ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് എസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. എസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി. അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ സഹോദരനായ എസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുൻപിൽ വിളമ്പുക. ഞാൻ മരിക്കും മുമ്പ് അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് മകനെ, നീ ഇപ്പോൾ എൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 നല്ല കുഞ്ഞാടുകളെ പിടിച്ചു കൊണ്ടുവരിക. ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം. നീ അത് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അപ്പോൾ അദ്ദേഹം മരിക്കും മുമ്പ് അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും. യാക്കോബ് അമ്മ റബേക്കയോട് പറഞ്ഞു, എസാവ് ശരീരമായ രോഗമുള്ളവനാണ്, എന്നാൽ എൻ്റെ ദേഹം മിനുസമുള്ളതാണ്. പിതാവ് എന്നെ തൊട്ടു നോക്കുകയും ഞാൻ കമ്പിളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക. അവൻ്റെ അമ്മ പറഞ്ഞു, ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക, പോയി അവ കൊണ്ടുവരിക. അവൻ പോയി അമ്മയെ പേടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു. അവൾ അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി. അവൾ മൂത്ത മകൻ എസാവിൻ്റെതായി തൻ്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയ മകൻ യാക്കോബിന് ധരിപ്പിച്ചു. ആട്ടിൻ തോല് കൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി. പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, എൻ്റെ പിതാവേ, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ ആരാണ് മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ എസാവാണ് ഞാൻ. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് എൻ്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. എന്നാൽ ഇസ്ഹാക്ക് ചോദിച്ചു, എൻ്റെ മകനെ, നിനക്ക് ഇത് ഇത്ര വേഗം എങ്ങനെ കിട്ടി? യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്ഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, അടുത്തു വരിക മകനെ, ഞാൻ നിന്നെ തൊട്ടു നോക്കി നീ എൻ്റെ മകൻ എസാവ് തന്നെയോ എന്ന് അറിയട്ടെ. യാക്കോബ് പിതാവായ ഇസ്ഹാക്കിൻ്റെ അടുത്ത് ചെന്നു.
അവനെ തടവി നോക്കിയിട്ട് ഇസ്ഹാക്ക് പറഞ്ഞു, സ്വരം യാക്കോബിൻ്റെതാണ്, എന്നാൽ കൈകൾ എസാവിൻ്റെതും. ഇസ്ഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല, കാരണം അവൻ്റെ കൈകൾ സഹോദരനായ എസാവിൻ്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു. ഇസ്ഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, സത്യമായി നീ എൻ്റെ മകൻ എസാവ് തന്നെയാണോ? അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇസ്ഹാക്ക് പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക, അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. ഇസ്ഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ ചുംബിച്ചപ്പോൾ ഇസ്ഹാക്ക് അവൻ്റെ ഉടുപ്പും മണത്തു നോക്കി. അവൻ അനുഗ്രഹിച്ചു. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മോൻ്റേത്. അവൻ പറഞ്ഞു, ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ. ജനതകൾ നിനക്ക് സേവനം ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തല കുനിക്കട്ടെ. നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തല കുനിയട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. എസാവ് അനുഗ്രഹം യാചിക്കുന്നു. എസാവ് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവൻ്റെ മുൻപിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് എസാവ് തിരിച്ചെത്തി. അവനും പിതാവിനിഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പിതാവേ, എഴുന്നേറ്റ് അങ്ങയുടെ മകൻ്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. നീ ആരാണ്? ഇസ്ഹാക്ക് ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ എസാവാണ് ഞാൻ. ഇസ്ഹാക്ക് അത്യധികം പരിഭ്രമിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ചോദിച്ചു, നായാട്ടിറച്ചിയുമായി നിനക്ക് മുൻപ് എൻ്റെ മുൻപിൽ വന്നത് ആരാണ്? ഞാൻ അത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പിതാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ എസാവ് അതീവ ദുഃഖത്തോടെ കരഞ്ഞു. പിതാവേ, എന്നെയും അനുഗ്രഹിക്കുക, അവൻ അപേക്ഷിച്ചു. ഇസ്ഹാക്ക് പറഞ്ഞു, നിന്റെ സഹോദരൻ എന്നെ കമ്പിളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? 2 തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂൽ അവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. ഇപ്പോഴത് എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ലേ? ഇസ്ഹാക്ക് പറഞ്ഞു, ഞാൻ അവനെ നിന്റെ യജമാനനാക്കി അവൻ്റെ സഹോദരന്മാരെ അവൻ്റെ ദാസന്മാരും ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ധന്യനാക്കി. മകനെ, നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക? എൻ്റെ പിതാവേ, ഒറ്റ വരമേ അങ്ങയുടെ പക്കൽ ഉള്ളൂ. എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഇസ്ഹാക്ക് പറഞ്ഞു, ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും. വാളുകൊണ്ട് നീ ജീവിക്കും. നിന്റെ സഹോദരനെ നീ ദാസ്യവൃത്തി ചെയ്യും. എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ മുഖം നീ തകർത്തു കളയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയുടെ സഭയെയും മാർപ്പാപ്പയെയും സഭാപിതാക്കന്മാരെയും മെത്രാനിച്ചന്മാരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മായരെയും എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും ധ്യാന കേന്ദ്രങ്ങളെയും ഈശോയെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്ന യേശുവെ, അവർക്കെല്ലാവർക്കും ഇനിയും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി അവർ ചെയ്യുന്ന കർമ്മങ്ങളിലും കൂടുതൽ ശക്തി ആർജിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കുന്നു. അതുവഴി അവരുടെ കുടുംബങ്ങളെയും അവരുടെ സാമ്പത്തിക മേഖലയിലെയും എല്ലാം രോഗങ്ങളെയും ഈശോയെ
അവർ ഈ രോഗങ്ങളെയും സമർപ്പിക്കുന്ന ഈശോയെ അവരെ അനുഗ്രഹിക്കണമേ. അവർ രോഗങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ ഈശോയെ. അവർ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണമേ യേശുവേ. അവരോട് കരുണ കാണിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ യേശുവേ. നന്ദി യേശുവേ. സ്തുതി യേശുവേ. മാതാ യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ഈശോയെ അവരുടെ നിയോഗങ്ങളിലെ ജീവിത നിയോഗങ്ങളെല്ലാം അവരെ അനുഗ്രഹിച്ച് സമൃദ്ധമാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ. സ്തുതി യേശുവേ. മാതാ യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നവൻ വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. യാക്കോബ് ലബാന്റെ അടുക്കിലേക്ക്. പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം എസാവ് യാക്കോബിനെ വെറുത്തു. യാക്കോബിനെ വെറുത്തു. അവൻ ആത്മകഥം ചെയ്തു. പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. മൂത്ത മകനായ എസാവിന്റെ വാക്കുകൾ റബ്ബേക്കയുടെ ചെവിയിലെത്തി. അവൾ ഇളയവനായ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, നിന്നെ കൊല്ലാമെന്നോർത്ത് നിന്റെ ജ്യേഷ്ഠൻ ആശ്വസിച്ചിരിക്കുകയാണ്. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഹരാനിലുള്ള എൻ്റെ സഹോദരനായ ലബാന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക. നിന്റെ ജ്യേഷ്ഠൻ്റെ രോഷം അടങ്ങുവോളം നീ അവിടെ താമസിക്കുക. ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തൊക്കെ മറക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്താം. ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന്? അത് കഴിഞ്ഞ് റബേക്ക ഇസ്ഹാക്കിനോട് പറഞ്ഞു, ഈ ഹിദ്യ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം മടുത്തു. ഈ നാട്ടുകാരായ പോലെയുള്ള ഹിദ്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ. സ്തുതി യേശുവേ. മാത്രം യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നതിന് വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നതിന് വരാനിരിക്കുന്നതിന് സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നതിന് വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.